ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്, നമുക്ക് കാലിടറാതിരിക്കണമെങ്കിൽ ദൈവവചനത്തോട് ഒരു കാരണവശാലും നാം ചെയ്യരുതാത്ത 10 കാര്യങ്ങളുണ്ട്. കാലിടറി വീഴുന്നത് ആരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ഒരു വീഴ്ച കൊണ്ട് വേണമെങ്കിൽ ഒരുപാട് നഷ്ടം നമുക്ക് വരാം, വേണമെങ്കിൽ ജീവൻ പോലും നമുക്ക് നഷ്ടമാകാം. അതുകൊണ്ട് ഈ വീഴ്ച ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിന് നാം ചെയ്യേണ്ട ഒരു 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സഹോദരൻ ഏറ്റുപറഞ്ഞൊരു കാര്യം, ചുരുകാലത്ത് ഞാൻ ഒരുപാട് ശുശ്രൂഷ ചെയ്തിരുന്ന, അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ്, അതിനിടയ്ക്കാണ് കൊറോണ. അത് വന്നപ്പോൾ അവസരങ്ങൾ കുറഞ്ഞു, ഇല്ലാതായി. പിന്നീട് അവസരങ്ങളൊക്കെ വന്നെങ്കിലും എനിക്ക് ആ ശുശ്രൂഷ ജീവിതത്തോടുള്ള താല്പര്യം കുറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ അങ്ങ് പോയി. പിന്നീട് ഞാൻ ഇതിങ്ങനെ പോയാൽ ശരിയാകില്ലല്ലോ എന്ന് കരുതി ഞാനൊരു ധ്യാനം കൂടാൻ പോയി. ധ്യാന ഗുരു എൻ്റെ തലയെ കവിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ കൂടെ അദ്ദേഹം ചോദിച്ചു, എന്താ ചെയ്തിരുന്നത്? ഞാൻ ശുശ്രൂഷ ചെയ്യുമായിരുന്നു. ഇപ്പം അതെല്ലാം നിർത്തിയോ? ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് തകർച്ചയും വലിയ വലിയ പ്രശ്നങ്ങൾ ഒന്നും വന്നില്ലേ? അദ്ദേഹം പറഞ്ഞത്, വന്നില്ലേന്ന് ചോദിച്ചാൽ വന്നു. ഇനി അത്ര വലിയ ഭീമമായ പ്രശ്നമൊന്നും അല്ലെങ്കിലും വന്നില്ലേന്ന് ചോദിച്ചാൽ വന്നു. അദ്ദേഹത്തിനൊരു തിരിച്ചറിവുണ്ടായി. അദ്ദേഹം തീരുമാനമെടുത്തു, ഇനി ശുശ്രൂഷ ജീവിതം അതെനിക്ക് വേണം. അപ്പം അതിനുള്ള ഒരു പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം വന്നതാണ്. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 1 കൊറിന്തോസ് 9-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം. ഈ വചനഭാഗം നമുക്ക് തരുന്നത് വലിയൊരു സന്ദേശമാണ്, വലിയൊരു മുന്നറിയിപ്പാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, പൗലോസ്ലീഹ ഏറ്റുപറഞ്ഞൊരു കാര്യം, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ എനിക്ക് അഹങ്കരിക്കാൻ വകയില്ല. എന്നാൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അത് നാം എല്ലാവരുടെയും ചങ്കിൽ സ്ഥാനം പിടിക്കേണ്ട ഒരു സന്ദേശമാണ്. നീ ഏതെങ്കിലും വിധത്തിലുള്ള സുവിശേഷ വേല ചെയ്യുന്നില്ലെങ്കിൽ ദുരിതം നിന്നെ തേടി വരും. അത് വരാതിരിക്കാൻ, അത് ഒഴിവാക്കാനായിട്ട്, ഈ ഒരു വീഴ്ച ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. നമുക്കിത് വെച്ച് ഒരു 10 കാര്യങ്ങൾ ദൈവവചനത്തോട് ഒരിക്കലും നാം ചെയ്യരുത് എന്ന് വചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1-ാമത്തെ കാര്യം, അഹങ്കാരം അരുത്. ദൈവത്തിൻ്റെ വചനം ധിക്കരിക്കുന്നതും അതല്ലെങ്കിൽ വചനം എടുക്കേണ്ടതുപോലെ എടുക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അഹങ്കാരമാണ്. പൗലോസ്ലീഹ പറഞ്ഞല്ലോ, ഞാൻ സുവിശേഷ വേല ചെയ്യുന്നുണ്ടെങ്കിൽ അഹങ്കരിക്കാൻ എനിക്ക് വകയില്ല, അതെൻ്റെ കടമയാണ്. അതുകൊണ്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്ത്, ദൈവം എന്നെ സഹായിച്ച് അഭിഷേകം ചെയ്ത് മുമ്പോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ ദൈവം തന്ന ഒരു കൃപയാണ്. എനിക്കറിയാം, എൻ്റെ ജീവിതം ഒരു കാലത്ത് ഒരു വചനം 50 പ്രാവശ്യം വായിച്ചാലും ഓർത്തിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവിടെ നിന്ന് ദൈവം ഒരു അഭിഷേകം തന്നതിലൂടെ 1000കണക്കിന് വചനങ്ങൾ ഓർത്തിരിക്കാനും അത് പ്രയോജനപ്പെടുത്താനും എനിക്ക് ഒരു കുഴപ്പമില്ല. വളരെ അനായാസം ചെയ്യാവുന്ന ഒരു കാര്യമായിട്ട് മാറി. എനിക്കറിയാം, അത് എൻ്റെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ, ദൈവം നൽകിയ ഒരു അഭിഷേകം. അങ്ങനെയെങ്കിൽ അതിൽ അഹങ്കരിക്കാൻ എനിക്കെന്ത് വകയുണ്ട്? ഞാൻ മറ്റുള്ളവരെക്കാൾ എനിക്ക് വചനം ഓർത്തിരിക്കാനും വചനം പ്രഘോഷിക്കാനും ഒക്കെ കഴിവുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ എന്ത് വകയാണ് എനിക്കുള്ളത്? ദൈവം തരാത്തതായിട്ട് എന്തുണ്ട്? അതാണ് പൗലോസ്ലീഹ പ്രത്യേകം ഇവിടെ എടുത്തു പറയുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. 1 കൊറിന്തോസ് 5-ാം അധ്യായം 6-ാമത്തെ വചനം എടുക്കുമ്പോൾ വീണ്ടും അവിടെ പറഞ്ഞിട്ടുണ്ട്, ആത്മപ്രശംസ ചെയ്യാൻ എനിക്ക് അവകാശമില്ല, അഹങ്കരിക്കാൻ എനിക്ക് അവകാശമില്ല, അത് പാപമായി മാറും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ജെറമ്യായുടെ പുസ്തകം 50-ാം അധ്യായം 31-ാമത്തെ വചനം എടുത്താൽ, ദൈവം അഹങ്കാരിയെ വിളിച്ച് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കണം. അഹങ്കാരി, ഞാൻ നിനക്കെതിരാണ്. ഓ അരഗന്റ്, ഐ എം അഗൈൻസ്റ്റ് യു. അങ്ങനെയാണ് വചനം പറയുക. അപ്പം അതുകൊണ്ട് തന്നെ അഹങ്കാരത്തിന് നമ്മുടെ ജീവിതം വിട്ടുകൊടുത്താൽ, അഹങ്കാരത്തിന് നമ്മൾ വഴങ്ങിയാൽ, അഹങ്കാരം നമ്മെ തകർത്ത് തരിപ്പണമാക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. 2-ാമത്തെ കാര്യമാണ്, വചനത്തോടൊരിക്കലും അലസത അരുത്. അലസന്റെ ഹൃദയം സാത്താന്റെ പണിപ്പുരയാണ്. അലസത ഒരുപാട് തിന്മകൾ വളർത്തും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 33:28 വചനം പറയുന്നത്, അലസത തിന്മകൾ വളർത്തും. അത് വരാതിരിക്കാൻ നമ്മൾ അധ്വാനശീലരായിട്ട് മാറണം. സഭാപ്രസംഗൻ 10-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വചനം, അലസന്റെ പുര ചോരും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് തോബിത്ത് 4-ാം അധ്യായം 13-ാമത്തെ വചനം, അലസത ദാരിദ്ര്യത്തിൻ്റെ മാതാവാണ്. സുഭാഷിതങ്ങൾ 24 അതിൻ്റെ 33-34 വചനങ്ങൾ എടുക്കുമ്പോൾ, അലസന്റെ വയൽ, അതിൻ്റെ ഷേപ്പ്, അത് കിടക്കുന്ന അവസ്ഥ, അതെല്ലാം കാടും വള്ളയും കയറി കിടക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒത്തിരി പേര് വചനത്തിൽ വളരാതിരിക്കുന്നതിൻ്റെ കാരണം, ആധ്യാത്മികമായിട്ട് വളരാതിരിക്കുന്നതിൻ്റെ കാരണം അലസത, സാമ്പത്തികമായിട്ട് പുരോഗതി പ്രാപിക്കാതിരിക്കുന്നതിൻ്റെ കാരണം അലസത.
അലസത അരുത് എന്നുള്ളത് കർത്താവ് വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുക. മൂന്നാമത്തെ കാര്യമാണ് അവിശ്വാസം. ദൈവത്തിന്റെ വചനത്തെ നമ്മൾ അവിശ്വസിച്ചാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാം. അവിശ്വാസം. സക്കറിയയുടെ പുസ്തകം 1-ാം അധ്യായം വായിച്ചാൽ മതി. 15 മുതൽ വായിക്കുമ്പോൾ സക്കറിയ ദൈവദൂതൻ പറഞ്ഞത് അവിശ്വസിച്ചപ്പോൾ അവനുണ്ടായ പ്രശ്നങ്ങൾ, അവൻ്റെ സംസാരശേഷി അവന് നഷ്ടപ്പെടുന്നത് കാണാൻ പറ്റും. ഊമയായി മാറി. പിന്നീട് ദൈവം കൊടുത്ത നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചു കഴിഞ്ഞപ്പോഴാണ് നാവിൻ്റെ കെട്ട് അഴിഞ്ഞത്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം എടുത്താൽ അവിടെ പറയുന്നുണ്ട്, അവർക്കെന്നതുപോലെയാണ് നമുക്കും വചനം കിട്ടിയത്, പക്ഷേ അവർക്ക് ആ വചനം പ്രയോജനപ്പെട്ടില്ല. അതിൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നത് അവരത് വിശ്വസിച്ചില്ല. അത് നമ്മളാണേലും അവരാണേലും വചനം വിശ്വസിക്കുമ്പോഴാണ് അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. വചനം അവിശ്വസിക്കുന്നവർക്ക് ആ ഫലം അവരുടെ ജീവിതത്തിൽ ഉളവാകില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. 4-ാമത്തെ കാര്യമാണ് അശ്രദ്ധ. ഇംഗ്ലീഷിൽ കെയർലെസ്നെസ് എന്ന് പറയും. ഇത് വലിയ പാപമായിട്ട് പലരും കാണാറില്ല. ഒരുപാട് കാര്യത്തിൽ അശ്രദ്ധ വരുന്നത് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത്, ബലിയർപ്പണത്തിൻ്റെ സമയത്ത്, ശുശ്രൂഷയുടെ സമയത്ത് അശ്രദ്ധ. ഇത് ഗൗരവമുള്ളൊരു കാര്യമാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 സാമുവേൽ 2-ാം അധ്യായം 17-ാമത്തെ വചനം എടുത്താൽ ഏലിയുടെ മക്കളുടെ പാപം ഗുരുതര പാപമായിട്ട് ദൈവം കണ്ടു. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, അത്ര അശ്രദ്ധയോടെയാണ് അവർ കർത്താവിൻ്റെ അർച്ചനയെ വീക്ഷിച്ചത്. കർത്താവിൻ്റെ അർച്ചന എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ, അത് അവർ വീക്ഷിച്ചത് അശ്രദ്ധയോടെയാണ് എന്ന് വചനം പറയാം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 5-ാമത്തെ കാര്യം ഇതാണ്, ധിക്കാരം. വചനത്തോട് ധിക്കാരമരുത്. 1 പത്രോസ് 2-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, വചനം ധിക്കരിക്കുന്നവർ കാലിടറി വീഴും. നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നതാണോ ആ വീഴ്ച? അത് ഒഴിവാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ധിക്കരിക്കരുത് എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കാം. ഹോസിയ 13-16 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവർ ദൈവത്തെ ധിക്കരിച്ചു. സമറിയായെക്കുറിച്ചാണ്. ദൈവത്തെ അവര് ധിക്കരിച്ചു. വചനം ധിക്കരിക്കുന്നത് ദൈവത്തെ ധിക്കരിക്കുന്നതിന് തുല്യമാണ്. ഇനി അവർക്ക് എന്താ സംഭവിച്ചത്? അവർ വാളിന് ഇരയാകും, അവരുടെ കുഞ്ഞുങ്ങളെ നിലത്തടിച്ചു കൊല്ലും, ഗർഭിണികളെ കുത്തിപ്പിളർക്കും. ഇങ്ങനെയുള്ള കുറേ ശിക്ഷാ നടപടികളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. 6-ാമത്തെ കാര്യമാണ് വചനത്തോട് ലജ്ജ അരുത്. ലൂക്ക 9:26 എന്നെക്കുറിച്ചോ എൻ്റെ വചനത്തെക്കുറിച്ചോ പറയാൻ ലജ്ജിക്കുന്നവനെക്കുറിച്ച് പറയാൻ മനുഷ്യപുത്രൻ ലജ്ജിക്കും. ഒരിക്കലും ലജ്ജ അരുത്. വചനം പറയാനാണേലും ബൈബിൾ ഉപയോഗിക്കാനാണേലും ലജ്ജ അരുത് എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 7-ാമത്തേതാണ് അവഗണന, നിന്ദനം അരുത്. അപ്പോസ്തല പ്രവർത്തനം 13 അതിൻ്റെ 46 മുതൽ വായിക്കുമ്പോൾ യഹൂദർ ദൈവവചനം അവഗണിച്ചു, നിന്ദിച്ചു. അതവർക്ക് ആത്മനാശത്തിന് കാരണമായി. 8-ാമത്തേതാണ് വചനത്തിന് മുമ്പിൽ ഉറങ്ങിപ്പോകുന്നത്. ഒത്തിരി പേര് ബൈബിൾ വായിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴൊക്കെ ഉറങ്ങിപ്പോകുന്നവരെ കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനം 20:7 മുതൽ വായിക്കുമ്പോൾ യൗത്തിക്കോസ് അവന് ഉറങ്ങിപ്പോയിട്ട് 3-ാം നിലയിൽ നിന്ന് താഴെ വീണ് മരിച്ചു കിടക്കുന്ന ഒരു രംഗം. പിന്നെ പൗലോസ് അവനെ വീണ്ടും ജീവനിലേക്ക് നയിക്കുന്നത് കാണാൻ പറ്റും. 9-ാമത്തേത് വചനം ഒരിക്കലും നമ്മൾ കച്ചവടത്തിന് ഉപയോഗിക്കരുത്. 2 കൊരിന്തോസ് 2:17 വചനത്തിൽ മായം ചേർത്ത് കച്ചവടം നടത്തുന്നവരുണ്ട്, അരുത്. അത് അവരെ പ്രശ്നത്തിലേക്ക് നയിക്കും എന്നുള്ളത് വചനം പറയുകയാണ്. അവസാനത്തേതാണ് ദുർവ്യാഖ്യാനം. വചനം നമ്മുടെ ആരുടെയും സ്വന്തം വ്യാഖ്യാനത്തിനുള്ളതല്ല. 2 പത്രോസ് 1:20 വചനം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 2 പത്രോസ് 3:16 വചനം എടുത്താൽ വചനം വളച്ചൊടിക്കുന്ന വ്യക്തികളെക്കുറിച്ച് അവര് നാശമടയും എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 10 കാര്യങ്ങൾ ദൈവ വചനത്തോട് ചെയ്യാതിരുന്നാൽ നമുക്ക് സുരക്ഷിതരാകാൻ പറ്റും. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ആത്മീയ സമൃദ്ധിയും ഭൗതിക നേട്ടങ്ങളും ഉണ്ടാകും. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. വചനത്തെ ഏതെങ്കിലും വിധത്തിൽ നിന്ദിക്കുന്നവര്, ഞെരുക്കുന്നവര് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അനുഗ്രഹപ്രദമായ ഒരു നോമ്പുകാലം കൂടി ഞങ്ങൾക്ക് നൽകിയ നല്ല ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പാപം മൂലം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും പ്രപഞ്ചത്തിന് പോലും വന്നുപോയ എല്ലാ വൈകൃതങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും ആത്മീയ സമ്പത്തുള്ളവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇന്നത്തെ ഞങ്ങളുടെ അവസ്ഥ ഏറ്റെടുത്ത് ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ അങ്ങ് സാധിച്ചു തരികയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെയും ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.